ആ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വികസനത്തിൻ്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു ഗ്രാമീണ ഭംഗിയുണ്ട്. അത് നല്ലതോ ചീത്തയോ അറിയില്ല. ഈ വികസനത്തിൻ്റെ കുത്തൊഴുക്കിലും ഇന്നും വേദമന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു പുണ്യഭൂമി തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന നിശബ്ദവും മനോഹരവുമായ ഒരു കൊച്ചു ഗ്രാമം. അതോടൊപ്പം തന്നെ ലോക ഭൂപടത്തിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരിടം, അതാണ് പാഞ്ഞാൾ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പാഞ്ഞാൾ എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. പാഞ്ഞാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതിരാത്രാണ്. 1975 വിദേശ ഗവേഷകരുടെ പോലും സാന്നിധ്യത്തിൽ ഇവിടെ അതിരാത്രം നടന്നു. അന്നത് ലോക ശ്രദ്ധ നേടിയിരുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദ പാരമ്പര്യത്തെയും അഗ്നിചൈന്യത്തെയും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഈ മണ്ണാണ്. ഈ കാണുന്നതാണ് അന്ന് അതിരാത്രം നടന്ന അയ്യപ്പൻകാവ് അമ്പലം. എന്തൊരു ഭംഗിയാണ്! പച്ച പുതച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളും ആ നെൽപ്പാടത്ത് നിൽക്കുന്ന നെൽക്കതിരുകളെ തഴുകി വരുന്ന കാറ്റും കിളികളുടെ ശബ്ദവും അടിപൊളി. ലാലേട്ടൻ്റെ ഇഷ്ട ലൊക്കേഷൻ ഇതാണ്. പാഞ്ഞാൾ കവല ലാലേട്ടൻ്റെ ഇഷ്ട ലൊക്കേഷനും ഭാഗ്യ ലൊക്കേഷനും എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. ഇവിടെയാണ് ദേവാസുരത്തിലെ ലാലേട്ടൻ്റെ ക്ലബ്ബ്, ജനാർദ്ദനൻ താഴ്ത്തു വന്നിട്ട് വെല്ലുവിളിക്കുന്നതും ആ ഫൈറ്റും എല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലം. ഇത് മാത്രമല്ല, ലാലേട്ടൻ്റെ തന്നെ ബാലേട്ടൻ സിനിമയിലെ റിയാസ് ഖാനുമായിട്ടുള്ള ഫൈറ്റ്, ആ സോങ്ങിൽ ഓടുന്ന സീനെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മാടമ്പി സിനിമയിലെ കാവ്യമാധവൻ്റെ ബാങ്ക്, മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ നെടുമുടി വേണുവിൻ്റെ ചായക്കട, ഗോദ സിനിമയിലെ ക്ലബ്ബ്, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തുടങ്ങി അറിഞ്ഞതും അറിയാതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം. ഇനി അടുത്ത സ്ഥലമാണ് കാലപ്പഴക്കത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ തല ഉയർത്തി നിൽക്കുന്ന പാഞ്ഞാൾ അയ്യപ്പൻകാവ്. നിളയുടെ കൈവഴിയായ ഗായത്രി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രം പാഞ്ഞാൾ ഗ്രാമത്തിൻ്റെ ആത്മാവാണ്. പാഞ്ഞാൾ ഗ്രാമത്തിലെ ഓരോ വ്യക്തിക്കും അയ്യപ്പൻകാവ് ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഇവിടെ ഓരോ കല്ലിലും തുളുമ്പി നിൽക്കുന്നു. ഏകദേശം 1500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഈ ക്ഷേത്രത്തിലും പരിസരത്തുമായി ചിത്രീകരിച്ച സിനിമകളാണ് തേന്മാവിൻ കുമ്പത്ത് സിനിമയുടെ തമിഴ് റീമേക്ക് മുത്തുവിലെ രജനീകാന്തിനെ കെട്ടിയിടുന്ന ആ ആല് ഈ ലൊക്കേഷനിലാണ്. പിന്നെ ദേവാസുരൻ സിനിമയിൽ രേവതി പ്രാർത്ഥിക്കുന്ന സ്ഥലം, ചന്ദ്രോത്സവം സിനിമയിൽ മോഹൻലാലും മീനയുള്ള ഒരുപാട് സീനുകൾ, നാട്ടുരാജാവ് സിനിമയിലെ രംഗം തുടങ്ങി അനവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള അമ്പലം. ഈ ക്ഷേത്രം വെറും കല്ലും മണ്ണുമല്ല, അത് ഈ മണ്ണിൻ്റെ കഥയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. ഗ്രാമത്തിൻ്റെ ശാന്തതയിൽ കാലത്തെ അതിജീവിച്ച് ഈ ക്ഷേത്രം തലമുറകൾക്ക് വഴികാട്ടിയായിട്ട് നിലകൊള്ളുന്നു. ഇനി ഇനി വാഴാലിക്കാവ്, അജഗജാന്തരൻ സിനിമ പകുതിയിലധികവും ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രോത്സവം. എത്രയോ തവണ വന്നൊരിടാണ് വാഴാലിപ്പാടം. പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചെറിയ ഭഗവതിക്കാവ്, അതിന് മുന്നിൽ പാടത്തൊരു കൂത്തുമാടം. ആ നിർമ്മിതിക്ക് പോലും പറയത്തക്ക സവിശേഷതകളൊന്നുമില്ല. വള്ളുവനാട്ടിലെ ഏതൊരു കാവിലും കാണുന്ന കൂത്തുമാടത്തിൻ്റെ അതേപോലെ തന്നെ. പക്ഷേ ആ കൂത്തുമാടത്തിൻ്റെ മുന്നിലെ ഒരു ആൽമരവും അതിൻ്റെ പുറകിലൊഴുകുന്ന ഭാരതപ്പുഴയും എത്ര വന്നാലും എത്ര കണ്ടാലും മതി വരാത്തൊരിടം. ഈ വാഴാലിക്കാവ് അമ്പലം എത്രത്തോളം അടിപൊളിയാണോ അതിലും അടിപൊളിയാണ് ഇവിടേക്ക് വരുന്ന വഴിയും ഇതിൻ്റെ ചുറ്റുപാടും. ഇന്നും പഴയ ഓടിട്ട വീടും ഇല്ലിമുള്ളുകൊണ്ട് കെട്ടിയിട്ടുള്ള വേലിയും കനാലിനോട് ചേർന്നിട്ടുള്ള റോഡും ആ കനാൽ പാലങ്ങളും ആ കനാലിൻ്റെ അപ്പുറത്തുള്ള കടയും
ചായക്കടയും അവിടേക്കാണ് ആൾക്കാരും. ഈ ലൊക്കേഷൻ വേറൊരു വൈബാണ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചെറുതുരുത്തി ചേലക്കര റോഡിൻ്റെ സൈഡിലായി പാടത്തിനോട് നടുവിലൂടെ കടന്നു പോകുന്നൊരു എക്യുഡേറ്റ് പാലമുണ്ട്. അതിൻ്റെ കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സൂര്യാസ്തമയമാണെങ്കിലും ഉദയമാണെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും പൈങ്കുളം പാഞ്ഞാൾ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഒരു ദിവസം വന്നാൽ അത് ഒരിക്കലും നഷ്ടാവില്ല. ഈ ഗ്രാമക്കാഴ്ചകൾ കാണാം. തൊട്ടടുത്താണ് വരിക്കാശ്ശേരി മന, ചെറുതുരുത്തി കലാമണ്ഡലം. കാഴ്ചകളൊക്കെ കൊണ്ട് ഒരു ദിവസം ആസ്വദിക്കാൻ പറ്റിയ ഒരു കൊച്ചു ഗ്രാമം.